അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരിക്കെയാണ് തെക്കൻ ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത്. ഇറാനിയൻ കപ്പലുകളെയും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയുമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഈ സംഭവത്തിന് പിന്നാലെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും കടുത്ത ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയുടെ വിശദീകരണ പ്രകാരം ആക്രമിക്കപ്പെട്ട കപ്പലുകൾ കടൽ മൈനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു. ഹോർമൂസ് കടലൊടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇത് വലിയ ഭീഷണിയാകുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി ആക്രമണം നടത്തിയതെന്ന് US അധികൃതർ വ്യക്തമാക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ മധ്യപൂർവേഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇറാനിയൻ സേനയുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ഭീഷണികളെ തടയാനും അവിടെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനികരെ സംരക്ഷിക്കാനുമാണ് നടപടി സ്വീകരിച്ചതെന്ന് അവർ അറിയിച്ചു. വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സമയത്തും സൈന്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെ ബാധ്യതയാണെന്നും അവർ പറഞ്ഞു. US സെൻട്രൽ കമാൻഡിന്റെ വക്താവും നേവി ക്യാപ്റ്റനുമായ ടീം ഹോക്കിൻസ് ആക്രമണം നടന്ന സ്ഥലം സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടു. ഹോർമൂസ് കടലൊടുക്കിന് സമീപമുള്ള ബന്ദർ അബ്ബാസ് മേഖലയാണ് ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. തെക്കൻ ഇറാനിലെ പ്രധാന തുറമുഖ നഗരമാണ് ബന്ദർ അബ്ബാസ്. ഇറാനിയൻ നാവികസേനയുടെ പ്രധാന കേന്ദ്രങ്ങളൊന്നും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നടക്കുന്ന സൈനിക നീക്കങ്ങൾ ലോകരാജ്യങ്ങൾ അടുത്തതായി നിരീക്ഷിക്കാറുണ്ട്. ഹോർമൂസ് കടലൊടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ്. ദിവസേന ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ഈ കടൽപാതയിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സംഘർഷം ഉണ്ടായാലും അതിന്റെ സ്വാധീനം ലോക സമ്പദ് വ്യവസ്ഥയിലേക്കും എണ്ണവിലയിലേക്കും എത്താറുണ്ട്. അതുകൊണ്ടാണ് ഈ ആക്രമണ വാർത്ത പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിച്ചത്. സംഭവം നടന്ന സമയത്തും ശ്രദ്ധേയമാണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താനായി ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ദോഹയിലെത്തിയ സമയത്താണ് അമേരിക്കൻ ആക്രമണം നടത്തിയത്. യുദ്ധാവസ്ഥ അവസാനിപ്പിക്കാൻ വഴികൾ നേടുന്നതിനിടെയാണ് ഉണ്ടായ ഈ സംഭവം സമാധാന ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർത്തിയിട്ടുള്ളത്. ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ രാജ്യത്തിനകത്തും പുറത്തും ഈ സംഭവത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അമേരിക്കയുടെ നടപടി വെടിനിർത്തൽ കരാറിനെ ചിലർ വിമർശിക്കുമ്പോൾ സ്വന്തം സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായിരുന്നുവെന്നാണ് അമേരിക്കയുടെ വാദം. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയും വലിയ ശ്രദ്ധ നേടുകയാണ്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. ആണവവിഷയത്തിൽ ഇറാനുമായി ഒരു ധാരണയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉടൻ അമേരിക്കയ്ക്ക് കൈമാറുകയും അത് സുരക്ഷിതമായി നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഇറാന്റെ സമ്മതത്തോടുകൂടി മറ്റൊരു രാജ്യത്ത് അത് നശിപ്പിക്കാനുള്ള ക്രമീകരണവും ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നടപടികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ ആണവ നിരീക്ഷണ ഏജൻസികൾ സാക്ഷിയാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ അമേരിക്ക പലവട്ടം ഉന്നയിച്ചിട്ടുണ്ട്. ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും ആരോപിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഭിന്നത വർഷങ്ങളായി തുടരുകയാണ്. ഇപ്പോഴുണ്ടായ ആക്രമണം ഈ സംഘർഷം വീണ്ടും ശക്തമാകുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം ഇതിനോടകം തന്നെ അതീവ സങ്കീർണമായിരിക്കുകയാണ്. ഗാസ യുദ്ധം, ഇസ്രായേൽ ഇറാൻ വൈരുദ്ധ്യം, വിവിധ സായുധ സംഘടനകളുടെ സാന്നിധ്യം എന്നിവ കാരണം മേഖലയിലെ സമാധാനം ഇപ്പോഴും അകലെയാണ്. ലോകരാജ്യങ്ങൾ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ്. സമാധാന ചർച്ചകൾ തുടരണോ അതോ സ്ഥിതി വീണ്ടും യുദ്ധത്തിലേക്കോ നീങ്ങുമോ എന്നത് അടുത്ത ദിവസങ്ങളിലെ തീരുമാനങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും പുതിയ ആക്രമണങ്ങൾ സാഹചര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കാനിടയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെക്കാലമായി കടുത്ത സംഘർഷങ്ങളിലാണ് നിറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ, സൈനിക മുന്നറിയിപ്പുകൾ, പരസ്പര ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയൊരു യുദ്ധം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലോകസമൂഹം നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും മേഖലയിൽ പൂർണ്ണമായ സമാധാനം ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നാണ്. ചെറിയൊരു നീക്കമോ തെറ്റായ കണക്കുകൂട്ടലോ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ നയിക്കാമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം സമാധാന ചർച്ചകൾ വീണ്ടും ശക്തപ്പെടുത്തുമെന്ന പ്രതീക്ഷയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. യുദ്ധവും ആക്രമണവും തുടർന്നാൽ സാധാരണ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവപ്പെടേണ്ടിയിരിക്കുക. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ നിലപാട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.